അപ്പോൾ ചിലതൊക്കെ മൂടി വെച്ച്. നമ്മളിപ്പോൾ ഷാഫി ഹനഫി മുമ്പിൽ മാലിക് ഇങ്ങനെ 4 മതം കൂടിയല്ലേ പോണേ. അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ തന്നെ എതിർക്കും. പക്ഷെ പിന്നെ അവർ ഒതുങ്ങും. കാരണം മരിക്കുന്നുള്ള പേടിയിൽ ഒതുങ്ങും. മക്കപ്പത്തേന് യഹൂദികൾ അടങ്ങിയ മാതിരി, യഹൂദികൾ ശായത്തിൽ കഴിയുമ്പോൾ മാതിരി വിശ്വസിച്ച് നിൽക്കാന്നുള്ളു. പക്ഷെ ഉള്ളവർക്ക് ഉള്ളപ്പോഴും ഇതിലായിരിക്കും. തെരീക്കത്തിൽ വേറിട്ട് നിൽക്കാനുള്ള കാരണം, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഷെയ്ഖിൻ്റെ കയ്യിൽ തെരീക്കത്ത് പഠിച്ച് നിങ്ങൾക്ക് കിട്ടിയേക്കണ ലായാലുള്ളത്. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഈ ഒറിജിനൽ കിട്ടുന്നതിന് മുമ്പ് 10 രൂപക്ക് മഴ വെച്ചിട്ടുണ്ട് മുമ്പിൽ. അപ്പം അന്ന് നമ്മുടെ അടുത്ത് കറാമത്തുണ്ട്. കാരണം ഞാൻ അധ്വാനിച്ചല്ലേ പറയണത്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് പോയി, നിങ്ങൾക്ക് ഒരു ആയത്തിനെ കുറിച്ചിട്ട് അറിയാതെ തന്നു. നിങ്ങൾക്ക് വേണ്ടി ബോംബെയിൽ ഇവിടെ ഇപ്പോൾ അന്വേഷിച്ചറിയാൻ പറ്റും. ഞാൻ ഒരു കൊല്ലം ഇരുന്ന് റൂം 2ആയിട്ട് പിളർന്നിട്ട് ആ റൂമിൽ ഇന്നൊരാൾക്ക് പ്രവേശനം ആർക്കുണ്ട്. അതിനിടയ്ക്ക് അവിടെ കൊല വന്ന സമയത്ത് ഈ ബിൽഡിങ്ങൊക്കെ ഇടിഞ്ഞെന്നും പറയുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല, പോയി അന്വേഷിച്ചറിയാൻ പറ്റും ബോംബെയിൽ. അപ്പം അത് റിയാദ വീടിയതാണ്. ഒരു കൊല്ലം ഇരുന്ന അസ്മാൽ ഹുസ്നയുടെ റിയാദ വീടിയതാണ്, ആയത്തുൽ കുർസി അസ്മാൽ. അപ്പോൾ ആ ഇതിൻ്റെ പവർ കൊണ്ട് ആ ഇരുന്ന റൂം എന്നെ കണ്ടായിപ്പോയി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ നിങ്ങളെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ശരിക്കാണ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി തട്ട് പറയാൻ വേണ്ട. നിങ്ങൾക്ക് കറാമത്തല്ലേ. അപ്പം അങ്ങനെ കറാമത്തുകൊണ്ട് നിങ്ങൾ കളിക്കുമ്പോൾ ഞാൻ വന്നുകൊണ്ട് പറയാണ്, നിങ്ങൾ ശരിയല്ലാട്ടാ, നിങ്ങൾ രാജാവില്ലെന്ന് മാത്രമേ ഉള്ളൂ. മുഹമ്മദ് റസൂൽ തള്ളി ശരിയാവില്ല, മോമിനാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? അവിടെയാണ് കളി. അപ്പോൾ സ്ഥാനമാണ്. കാരണം എന്താ, ഇഖ്ലാസിൻ്റെ വിഭാഗത്ത്, ഇഖ്ലാസില്ലാത്ത എല്ലാ വിഭാഗത്തും അല്ല ബാത്തിലാക്കുന്നത്. അതെങ്ങനെ ബാത്തിലാക്കില്ല? അല്ല ബാത്തിലാക്കില്ല, നിങ്ങളെ കൊണ്ട് തന്നെ ബാത്തിലാക്കി. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഇഖ്ലാസ്. ഞാനിപ്പോൾ ഔലിയാവണമെന്ന് പറഞ്ഞാൽ ഔലിയാവില്ല, അത് നിശ്ചയിച്ചിട്ടില്ലാവുള്ളൂ. അപ്പോൾ അല്ല നിശ്ചയിച്ചവൻ ആരും പറയാതെ തന്നെ ഇറങ്ങും. അതൊക്കെയാണ് അവസാനം കിട്ടാൻ ഇപ്പോൾ കിട്ടിയ മസാലകൾ. ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവാഹത്തിലുള്ള രാജ്യത്ത് അവർ നിർത്തില്ല എന്ന് പറയണം. കാരണം അവിടെ അവരുടെ ജനങ്ങൾ പോയും നമുക്ക് തന്നെ 1000 തെളിവുകളല്ലേ. അപ്പോൾ പടപ്പുകളെ കൊണ്ട് കുറ്റം പറയിപ്പിച്ചും കുറ്റം പറയും, നല്ലത് പറയണം. കാരണം മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കൽ അള്ളാഹിനോട് ചോദിച്ചു, പടച്ചവനെ നീ ഏതെങ്കിലും സമയത്ത് ചിരിക്കുമെന്ന് ചോദിച്ചു. മൂസ ഞാൻ 2 സമയത്ത് ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേതാ? ഒന്ന്, ഞാൻ വെടക്കാക്കി ചില ജനങ്ങളുണ്ട്, അത് നമ്മളെപ്പോലുള്ളവർ പോയിട്ട് നന്നാക്കാൻ നോക്കും, വലിയമാരെ, നമ്മളെപ്പോലുള്ള വലിയമാരെ. കാരണം അവൻ ചെയ്ത തെറ്റ് ഞാനും അറിയില്ല, നിങ്ങളോ അള്ളാഹിൻ്റെ പറവിൽ ചെയ്തു വെച്ചേക്കണ തെറ്റുകൾ അവനല്ലാതെ മറ്റാരും അറിയില്ല. കാരണം ഈ ദുനിയാവിൽ പുറക്കപ്പെടാത്ത ദോഷങ്ങൾ പലതുണ്ട്. ഒന്ന്, ഒരുത്തൻ കെട്ടിയ പെണ്ണിന് ഒരുത്തൻ, ഇപ്പം ഞാൻ കെട്ടിയ പെണ്ണിനെ നിങ്ങൾ വിചാരിച്ചാൽ അള്ളത് പുറക്കില്ല, അല്ല പുറക്കണമെങ്കിൽ ഞാൻ പുറക്കണം, ഞാൻ പുറക്കണമെങ്കിൽ വിചാരിച്ചാൽ നിങ്ങൾ വന്ന് എന്നോട് പറയണം. ഞാൻ നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കൂടെ ഒന്ന് കിടന്ന് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാൽ ഞാൻ വായിലെ പല്ല് വെച്ചേക്കോ നിങ്ങളെ വെച്ചേക്കോ. അപ്പം അങ്ങനത്തെ ദോഷമൊന്നും അല്ല പുറക്കില്ല. അങ്ങനെ പുറക്കപ്പെടാത്ത ദോഷങ്ങൾ ഒരുപാടുണ്ട്. അപ്പം അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം നിങ്ങൾ വലിയൊരു കറാമത്തോട് നടക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ലായിലായില്ലല്ലോ, അത് നിങ്ങളെ മുസ്ലിമുകളുടെ പട്ടിക. അത് നല്ലതാണ്, വിളക്കല്ല. കാരണം യായി വല്ലതിന് ആവനത്തുക്കുള്ളാക്കത്തുക്കാത്തി ഒരാ സമൂഹത്തന്നെ എല്ലാ ബന്ധം മുസ്ലിമെന്ന് പറയും. കാരണം നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെങ്കിലും മരിക്കരുതെന്ന് പറയും. അപ്പം മുസ്ലിമായിട്ട് മരിക്കണേ ഈ തരീക്കത്തൊക്കെ ആവശ്യമാണ്, അത് വഴിയാണ്, വഴിക്ക് തെറ്റില്ല. അപ്പം അതാണ് ശരിയായിട്ട് അംഗീകരിച്ച 14 തരീക്കത്തെന്ന് പറയാൻ തന്നെ കാരണം. അതിന് 40, 60 എത്ര വേണമെങ്കിലും ആക്കാം. പക്ഷെ ഈ 14 ശരീഅത്തുണ്ട്. അപ്പോൾ ശരീഅത്തോടു കൂടിയുള്ള തരീക്കത്തൊക്കെ നമുക്ക് രക്ഷയാണ്. അതിലേതെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ നമുക്ക് മുസ്ലിമായിട്ട് മരിക്കാം. അതല്ല മറ്റേ മുഅ്മിനീങ്ങളുടെ മറ്റേക്ക് കിടക്കണം, അതിന് മുഹമ്മദ് റസൂൽ വേണം. അപ്പം അതിൻ്റെ ആൾക്കാരെ വേറെ നോക്കണം. നീ നോക്കിയില്ലാത്ത വെച്ച പ്രശ്നമില്ല. നിങ്ങൾ മുസ്ലിമായിട്ട് മരിക്കണം, നമുക്ക് രക്ഷ. അതാണ് ഒരു ഇസ്ലാമിൻ്റെ കടമ. ഇവിടെ ജനിച്ചവനൊക്കെ മുസ്ലിമാണല്ലോ. ഓരോരുത്തരും വളർത്തുന്നതനുസരിച്ചല്ലേ നായരും നമ്പൂരും തീയനൊക്കെ ആവണത് അല്ലേ. പിന്നെ അവർ ഓതി പഠിക്കുമ്പോൾ പണ്ഡിതന് വഴി, പിന്നെ മുഅ്മിനീങ്ങളുടെ വഴി അത് വേറെ എടുക്കണം. അതിനാണ് നേരത്തെ പറഞ്ഞ ഷെയ്ഖിൻ്റെയൊക്കെ ആവശ്യം. അപ്പോൾ ഷെയ്ഖ് ഒന്ന് ആവശ്യമാണ്, മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ ഒരു ഷെയ്ഖ് ആവശ്യമാണ്. അപ്പോൾ ഈ അംഗീകരിക്കാത്തതിൻ്റെ ലക്ഷണം ഇതാണ്. പിന്നെ അതിൽ അള്ളാഹ് ഹിദായത്ത് കൊടുത്തവൻ അവനാരെങ്കിലും പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കും.